നമസ്കാരം. പാത്തുവിൻ്റെ ബർത്ത്ഡേ വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പാത്തുവിന് ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയത് നിങ്ങളെല്ലാവരും കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം അൺബോക്സ് ചെയ്യുന്നത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി. ഞാനും പാത്തുകുട്ടനും കൂടി ഗിഫ്റ്റ്സ് എല്ലാം അൺബോക്സ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ ഒരിടത്ത് ഇരുന്നൊന്ന് വീഡിയോ ചെയ്യാൻ പാത്തുവിനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. കുഞ്ഞമ്മ അവക്കൊരു പപ്പിക്കുട്ടനെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അവൾ അതിനെ പൂപ്പിന്ന് വിളിച്ചുകൊണ്ടാണ് പുറകെ നടക്കുന്നത്. പൂപ്പി വാലെല്ലാം മാറ്റി പാത്തുവിൻ്റെ പുറകെ ഓടും. പൂപ്പി അടുത്തെത്തുമ്പോഴേക്കും പാത്തു പൂപ്പിയേക്കാളും സ്പീഡിൽ ഓടും. എങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും പാത്തുക്കുട്ടനെ സോപ്പിട്ട് എൻ്റെ അടുത്ത് ഇരുത്താൻ നോക്കി. എവിടുന്ന് ഒരു രക്ഷയുമില്ല. പാത്തുക്കുട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് കാത്തുവും അപ്പൂസും പൂപ്പിയും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവളുടെ ബർത്ത്ഡേ കേക്കിലും കാത്തുവിൻ്റെ തീം തന്നെ കൊടുത്തത്. ഗിഫ്റ്റൊക്കെ കണ്ടപ്പോൾ ബർത്ത്ഡേ പാർട്ടി ഓർമ്മ വന്നതുകൊണ്ടാവും പാത്തു ഹാപ്പി ടു യു എന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വീണ്ടും അവളെ എൻ്റെ കൂടെ ഇരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഗിഫ്റ്റൊക്കെ എടുത്ത് അവളുടെ മടിയിലൊക്കെ വെച്ചു കൊടുത്തു. അവളെ ഇരുത്തുന്ന സ്പീഡിൽ തന്നെ അവൾ തിരിച്ചോടും. ഇനി പാത്തുവിനെ പ്രതീക്ഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇനിയിപ്പോൾ ഞാൻ തന്നെ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യാമെന്ന് കരുതി. ആദ്യമായിട്ട് വീഡിയോയ്ക്ക് മുമ്പിൽ വരുന്നതിൻ്റെ യാതൊരു ചമ്മലോ മടിയോ ഒന്നും എൻ്റെ മുഖത്ത് കാണാനില്ല. നിങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഫോട്ടോ എടുക്കാൻ പോലും ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ താല്പര്യമില്ലാത്ത ആളായിരുന്നു ഞാൻ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. ഒരു സപ്പോർട്ടിനായി പാത്തുക്കുട്ടനെങ്കിലും കൂടെ ഇരുത്താമെന്ന് കരുതിയപ്പോൾ അതും നടക്കില്ല. ഇനിയിപ്പോൾ രണ്ടും കൽപ്പിച്ച് ഓരോ പാക്കറ്റായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ കുഞ്ഞമ്മ കൊടുത്ത സെക്കൻഡ് ഗിഫ്റ്റാണ് ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗിഫ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു പൂപ്പിക്കുട്ടനെയാണ് അവൾ കൊടുത്തത്. കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഇതൊരു റിമോട്ട് കൺട്രോൾ ബസ്സാണ്. പണ്ട് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ അപ്പ ഞങ്ങൾക്ക് പള്ളി പെരുന്നാളിന് ഇങ്ങനെ ഒരു ബസ് വാങ്ങി തന്നിരുന്നു. റിമോട്ട് കൺട്രോൾ ഒന്നുമല്ല, ബാറ്ററി ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ബസ് ഇന്നേ വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതെങ്കിലും അങ്ങനെ ആവുമെന്ന് കരുതിയാണ് മേടിച്ചത്. അത് നിറയെ ലൈറ്റായിട്ട് അടിപൊളി ഒരു ബസ്സായിരുന്നു. പക്ഷെ താഴെ വീണ് പൊട്ടിപ്പോയി. പാത്തുവിന് കിട്ടിയ അടുത്ത ഗിഫ്റ്റ് ആൽഫബറ്റ് സ്പെല്ലിംഗ് ടോയ്സും അതേപോലെ ഈ ഒരു കീബോർഡും ആയിരുന്നു. ഈ കീബോർഡ് ഞങ്ങൾ ഇതിനു ശേഷം പൊട്ടിച്ച മൈക്കെല്ലാം യൂസ് ചെയ്ത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു. അവളെക്കാളും ഇൻട്രസ്റ്റ് അവളുടെ അത്തയ്ക്കായിരുന്നു ഈ കാര്യത്തിൽ. അതിനുശേഷം ഇനി അടുത്ത ഗിഫ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. പാത്തു ഇടയ്ക്കൊന്നും വന്ന് തല കാണിച്ചു പോയിട്ടുണ്ട്. ഇതൊരു ഫ്രോക്കായിരുന്നു. ഒരു മൾബറി പിങ്ക് കളർ വരുന്ന അടിപൊളിയൊരു ഫ്രോക്ക്. ഇടയ്ക്ക് യെല്ലോ കളർ ഷെയ്ഡുമുണ്ട്. പാത്തുവിന് ഗിഫ്റ്റ് കിട്ടിയ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും ഒരു പിങ്ക് അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡുള്ള ഡ്രസ്സുകളായിരുന്നു. അങ്ങനെ ആ ഫ്രോക്ക് എടുത്ത് മടക്കി തിരിച്ചതേ കവറിൽ തന്നെ കയറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതും കണ്ടിട്ട് ഡ്രസ്സാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ഗിഫ്റ്റുകളും ലുലുവിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. അതിന് കാരണം ഞങ്ങൾക്കിവിടെ ഏറ്റവും അടുത്ത് ആക്സസിബിൾ ആയിട്ടുള്ളത് ലുലു തന്നെയാണ്. ഞങ്ങളും ലുലുവിൽ നിന്ന് തന്നെയാണ് എല്ലാം വാങ്ങിക്കാറുള്ളത്. ഇപ്പോൾ അടുത്ത ഡ്രസ്സും ഇവിടെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് പിങ്ക് കളർ ഫ്രോക്കാണ്. ഇതും അടിപൊളി ഒരു ഫ്രോക്കാണ്. നെക്സ്റ്റ് ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതൊരു ഡോളായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ഫീഡിംഗ് ബോട്ടിലും എല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഡോൾ ഞങ്ങൾ ഇതുവരെ നമുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പാത്തു വളരെ കൗതുകത്തോടെയാണ് ഈ ഡോളിനെ നോക്കിയത്. ഉറങ്ങുന്ന സമയം വരെ അവൾ ഇത് വെച്ച് കളിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അതും ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതൊരു വൈറ്റ് ഫ്രോക്കാണ്. വൈറ്റ് സ്റ്റോൺസ് ഒക്കെ വരുന്ന അടിപൊളിയൊരു ഫ്രോക്കാണ്. ഇതേ സെയിം ഡ്രസ്സ് ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ കണ്ടിരുന്നു. ഞങ്ങളും ഇത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അവളുടെ കൂടുതലും ഉള്ളത് ഫ്രോക്ക് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ തീരുമാനം മാറ്റി. ഇനി അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓരോ ഗിഫ്റ്റും ഞങ്ങൾ നല്ല കൗതുകത്തോടെയാണ് തുറന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത ടോയ് ഒരു കുഞ്ഞ ആട്ടിൻകുട്ടിയാണ്. അതുകൂടാതെ വേറെ എന്തോ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ഇതും ഡ്രസ്സ് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അതെ, വിചാരിച്ചതുപോലെ ഡ്രസ്സ് തന്നെയാണ്.
നമുക്ക് ആദ്യം കിട്ടിയ ആ മൾബറി പിങ്ക് കളർ തന്നെ ഒരു ഫ്രോക്കാണ്. സെയിം ഡ്രസ്സല്ല കേട്ടോ, സെയിം കളറാണെന്നേ ഉള്ളൂ, വേറെ ഡിസൈനാണ്. ഇത് വേറെ ഒരു ഫ്രോക്ക്, ചെറിയ ചെറിയ പൂക്കളൊക്കെയുള്ള ഒരു ഫ്രോക്കാണിത്. നിറച്ചും പൂമ്പാറ്റയൊക്കെ ആയിട്ട് നല്ലൊരു ടീഷർട്ടും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുഞ്ഞമ്മയുടെ പൂപ്പിക്കുട്ടനെ ശരിക്കും ഒന്ന് കാണിച്ചില്ലെന്ന് വേണ്ട. പൂപ്പിക്കുട്ടൻ ആൾ ഉഷാറാണ് കേട്ടോ, പാത്തുക്കുട്ടൻ്റെ പുറകെ ഓടും. ഇനിയിപ്പം അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതും ഒരു ഫ്രോക്കാണ്. അപ്പോൾ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള നല്ലൊരു ഫ്രോക്കാണിത്. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ മടക്കി വെച്ചതിന് ശേഷം ഈ അടുത്ത ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതാരും തരാത്ത ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആയിരുന്നു. ഒരു കുഞ്ഞു ബാഗ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗായിരുന്നു. അപ്പോൾ ഇനി പാത്തുവിൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം ഈ ബാഗിനകത്ത് ആക്കി വെക്കാം. ഇത് അത്യാവശ്യം വലിയൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഒന്ന് കണ്ടിരുന്നു. ഇതൊരു ടെഡി ബിയർ ആണ്. ഇതിൻ്റെ കളറും പിങ്കാണ്. അപ്പോൾ പാത്തുവിൻ്റെ ബർത്ത്ഡേ മൊത്തത്തിൽ പിങ്ക് കളർ കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ടെഡി ബിയറിനെ ഞാൻ സൈഡിലേക്ക് മാറ്റി അടുത്ത ഗിഫ്റ്റിന് എന്താണെന്ന് നോക്കാം. ഇതും ഡ്രസ്സ് തന്നെയാണ്, ഒരു ഹെയർ ബാൻഡും ഉണ്ട്. ഇത് വീഡിയോയിൽ ഓഫ് വൈറ്റ് കളർ പോലെ കണ്ടാലും ഒരു ലൈറ്റ് ഗോൾഡനും അതേപോലെ ലൈറ്റ് പിങ്ക് കളറിന്റെ കോമ്പിനേഷനുള്ള നല്ലൊരു ഫ്രോക്കായിരുന്നു. അതേപോലെ ആ ബ്ലൂ കളർ ഡ്രസ്സിനിടാനുള്ള ബ്ലൂ കളർ ഹെയർ ബാൻഡ് ഉണ്ട്. അപ്പം ഒരു ജീൻസ്, അതിന് മാച്ചായിട്ടുള്ള ബ്ലൂ കളറിൻ്റെ ഒരു ടോപ്പുമായിരുന്നു. അപ്പോൾ ഇതും ഒരു വെറൈറ്റി ഡിസൈൻ ആയിരുന്നു. ഇനി ഇതെല്ലാം പാത്തുക്കുട്ടനെ ഇടിച്ചു നോക്കണം. ഇനി അടുത്ത ഗിഫ്റ്റിലേക്ക് പോകാം. അടുത്ത ഗിഫ്റ്റ് ഇതെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതൊരു ടോയ് ആണ്. അപ്പോൾ ഇതൊരു റേസിംഗ് കാറാണ്, റിമോട്ട് കൺട്രോൾ കാറാണെന്ന് തോന്നുന്നു. ഇതൊക്കെ അത്തയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ മെക്കാനിസം ഒന്നും എനിക്കറിയില്ല, പക്ഷെ കാണാനെല്ലാം എനിക്കിഷ്ടമാണ്. അത്തയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. രാത്രി തന്നെ ഇരുന്ന പാത്തുവിന് ഇതെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. കാരണം എന്താണെന്നറിയോ, ഇത് ഞാൻ കൊടുത്തതാണ്. ഇത് ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പം പാത്തുവിന് എക്സ്ട്രാ മാറാനായിട്ട് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ ഇത് ഗിഫ്റ്റിൻ്റെ കൂടെ പെട്ടുപോയതാണ്. അല്ല, ഇതും ഗിഫ്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ഒരു വൈറ്റ് ഫ്രോക്കാണ്. അതിൽ ഗോൾഡൻ കളർ ഡിസൈൻസും ബീഡ് വർക്കുമാണ് വരുന്നത്. കംപ്ലീറ്റ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓഫ് വൈറ്റ് കളറായിരുന്നു. ഇനി നെക്സ്റ്റ് ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാർഡും ഉണ്ടായിരുന്നു. പാത്തുവിന് വിഷസ് ഒക്കെ എഴുതിയ ഒരു കാർഡായിരുന്നു അത്. അതോടൊപ്പം ഡ്രസ്സും ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? കുറച്ചു മുമ്പേ നമ്മൾ വേറൊരു ഗിഫ്റ്റ് പാക്ക് പൊട്ടിച്ചപ്പോൾ കിട്ടിയ അതേ സെയിം ഡ്രസ്സാണ് ഇതും. സെയിം ഡ്രസ്സും സെയിം അളവുമായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡ്രസ്സ് എന്താണെന്ന് നോക്കാം. ഇതും ഒരു ലൈറ്റ് റോസ് കളർ ഡ്രസ്സായിരുന്നു. ഈ ഡ്രസ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതും നമുക്ക് മറ്റൊരു ഗിഫ്റ്റ് പാക്കിൽ കിട്ടിയ സെയിം ഡ്രസ്സ് തന്നെയായിരുന്നു. ഇതും സെയിം അളവ് തന്നെയായിരുന്നു. അപ്പോൾ രണ്ട് ഡ്രസ്സ് നമുക്ക് സെയിം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു ഗോൾഡൻ ചെയിനാണ്. നല്ലൊരു ഡിസൈനിലുള്ള ഒരു ചെയിനാണ് കിട്ടിയേക്കുന്നത്. ഞാൻ സൂം ചെയ്തൊന്നും കാണിക്കുന്നില്ല. പിന്നെ കിട്ടിയത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റഡാണ്. അതേപോലെ നല്ല എലഗന്റ് ആയിട്ടുള്ളൊരു റിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇനിയും കാണിക്കാൻ വന്നത് പാത്തുവിൻ്റെ അത്ത കൊടുത്ത ഗിഫ്റ്റാണ്. ഇതൊരു ബ്രേസ്ലെറ്റ് ആണ്. ഇപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇത് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പാത്തുവിന് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇതിലെല്ലാം ഉപരിയായി പാത്തുവിന്
എല്ലാവരുടെയും ബ്ലെസ്സിങ് ആണ് വേണ്ടിയത്. പാത്തുവിന് ഗിഫ്റ്റ് കൊടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക.